പണ്ട് ഒരു മഹാപ്രളയത്തിൽപ്പെട്ട് അതുവരെ ഉണ്ടായിരുന്നവരെല്ലാം നശിച്ചുപോയി. അതിനുശേഷം മഹാവിഷ്ണു ആദ്യം ജലം സൃഷ്ടിച്ചു. പിന്നെ ആകാശവും ഭൂമിയും ഉണ്ടാക്കി. ലോകോൽപ്പത്തിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു പുരാണകഥയാണിത്. മഞ്ഞിൽ നിന്നും ദേവന്മാരുടെ വിയർപ്പിൽ നിന്നുമൊക്കെയാണ് മനുഷ്യരുണ്ടായതെന്ന വിശ്വാസങ്ങൾ ലോകത്തിലെ പല ദേശക്കാർക്കിടയിലുമുണ്ട്. ഭൂമിയുണ്ടായ കാലം മുതൽ ജലവും ഉണ്ടായതായിരുന്നു. ജീവന്റെ തുടക്കം പോലും കടൽ ജലത്തിൽ നിന്നാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പലതും നശിപ്പിച്ചതും ജലം തന്നെ. ജീവൻ നിലനിർത്താൻ ജലം കൂടിയേ തീരൂ. കടൽ, മഞ്ഞുമലകൾ, തടാകങ്ങൾ, മഴ, പാനീയങ്ങൾ എന്നിങ്ങനെ ഭൂമിയിൽ പല രൂപത്തിലും ജലം കാണപ്പെടുന്നു. അതായത് ആകെ 5 കോടിയിലധികം ചതുരശ്ര കിലോമീറ്ററിൽ ജലമുണ്ട്. മണ്ണിലും പാറകൾക്കുമിടയിൽ 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയിൽ ജലം തിങ്ങി നിൽക്കുന്നു. നീരാവിയും മറ്റുമായി അന്തരീക്ഷത്തിൽ ഏകദേശം 4960 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയിൽ ജലസാന്നിധ്യമുണ്ട്. ഭൂമുഖത്തിന് പല മാറ്റങ്ങളും വരുത്തിയ ഒരു ശില്പി കൂടിയാണ് ജലം. വമ്പൻ പർവ്വതങ്ങളെ ഇടിച്ചു നിരത്താനും പാറകളെ മണൽത്തരികളാക്കാനുമൊക്കെ ഇതിനു കഴിയും. റൊട്ടി മുതൽ ഇലക്ട്രോണിക് സാധനങ്ങൾ വരെ നിർമ്മിക്കുന്നതിൽ ഒഴിച്ചുകൂടാൻ വല്ലാത്ത ഘടകമാണ് ജലം. നിന്ന നിൽപ്പിൽ വേഷം മാറാൻ വലിയ മിടുക്കാണ് ജലത്തിന്. മാത്രമല്ല ഒരേ സമയം തന്നെ ത്രിപിൾ റോളിലാവാനും ജലത്തിന് കഴിയും. അതായത് ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെയുള്ള 3 അവസ്ഥകളിലും ജലം ഒരേ സമയത്ത് കാണപ്പെടുന്നു എന്നർത്ഥം. തണുത്തുറഞ്ഞ ഒരു തടാകം തന്നെ ഉദാഹരണമായെടുക്കാം. ഇവിടെ മുകളിൽ മഞ്ഞുകട്ട, അടിയിൽ ജലം, അന്തരീക്ഷത്തിൽ നീരാവി. 3ഉം ജലം തന്നെ. പക്ഷേ 3 അവസ്ഥകളിലാണെന്നു മാത്രം. വളരെ പെട്ടെന്ന് ഈ 3 അവസ്ഥകളിലേക്കും മാറാനും ജലത്തിന് കഴിയും. ഉറ്റ സുഹൃത്തുക്കളായ 2 കണികകൾ ചേർന്നാണ് ജലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൈഡ്രജനും ഓക്സിജനും. ചെറിയ ഒരു തട്ടുകൊടുത്താൽ മതി, ഇവർ 2 പേരും കെട്ടിപ്പുണർന്നു കളയും. പിന്നെ ആ ബന്ധത്തിന് ഇരുമ്പിൻ്റെ ബലമാണ്. ഇവർ ചേരുമ്പോൾ ജലമുണ്ടാകുന്നതോടൊപ്പം ശക്തമായ ഊർജവും പുറത്തുവിടുന്നു. 1937 അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ഒരു സംഭവം നടന്നു. ലോക്ക് ഹൈസ്റ്റൺ എന്ന സ്ഥലത്തിന് മുകളിലൂടെ പറന്നുകൊണ്ടിരുന്ന ഒരു വമ്പൻ ആകാശക്കപ്പൽ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. ഒരു ചെറിയ തീപ്പൊരി ഉണ്ടായതോടെ അതിലെ ഹൈഡ്രജൻ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി ചേർന്നുകളഞ്ഞു. അത്ര തന്നെ അപ്പോഴുണ്ടായ ഊർജമായിരുന്നു ആ പൊട്ടിത്തെറി. ഒപ്പം ജലവുമുണ്ടായി. ജലത്തിലെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർപിരിയണമെങ്കിലും ശക്തമായ ഊർജം വേണം. 1783 ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞൻ ജലത്തിൻ്റെ ഘടകങ്ങളെത്തുള്ള പരീക്ഷണത്തിലേർപ്പെട്ടു. അതിൻ്റെ ഫലം ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തി. ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്നതാണ് ജലം എന്നു കണ്ടെത്തിയത് കാവൻഡിഷ് ആയിരുന്നു. ശക്തമായ വൈദ്യുതി പ്രവാഹം കൊണ്ടും രാസപ്രവർത്തനം കൊണ്ടും ജലതന്മാത്രകളിലെ പരമാണുക്കളെ വേർപെടുത്താനാകും. അല്പം പൊട്ടാസ്യം
ഒരു പാത്രത്തിലെ വെള്ളത്തിലിട്ടു നോക്കൂ. അത് ജലതന്മാത്രകളെ ബലമായി വേർപെടുത്തും. തൽഫലമായി ജലം ചിലപ്പോൾ പാത്രത്തോടെ പൊട്ടിത്തെറിച്ചേക്കാം. ജലതന്മാത്രകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവ ഒരു പ്രത്യേക രീതിയിൽ കെട്ടുപിണഞ്ഞു കിടക്കും. തന്മാത്രകളെ ഇങ്ങനെ കൂട്ടിയിണങ്ങുന്നത് ഹൈഡ്രജൻ ബോണ്ടുകളാണ്. ജലം തണുത്തുറയുമ്പോൾ ഹൈഡ്രജൻ ബന്ധങ്ങൾ കുറേക്കൂടി ബലപ്പെടും. അതാണ് മഞ്ഞുകട്ടകൾക്ക് നല്ല കടുപ്പം. എന്നാൽ ദ്രാവകരൂപത്തിലുള്ള ജലത്തിൻ്റെ ഹൈഡ്രജൻ ബന്ധങ്ങൾ എപ്പോഴും പരസ്പരം കെട്ടിമറിഞ്ഞ് നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. വെള്ളം ചൂടാകുമ്പോൾ നൃത്തത്തിന് വേഗതയേറും. അപ്പോൾ തന്മാത്രകൾക്ക് പങ്കാളികളെ അടുപ്പിച്ചു നിർത്താനാവാതെ വരുന്നു. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും തന്മാത്രകൾ വേർപെട്ട് വാതകമായി പറന്നുപോകും. ഈ ബോണ്ടുകൾ ജലത്തിൻ്റെ ഉപരിതലത്തെ ഒരു ഇലാസ്റ്റിക് ഷീറ്റുപോലെ വലിഞ്ഞു നിൽക്കാൻ സഹായിക്കുന്നു. ഈ പ്രതിഭാസമാണ് സർഫസ് ടെൻഷൻ അഥവാ ഉപരിതല വലിവ് എന്ന് അറിയപ്പെടുന്നത്.